കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെയായിട്ട് കുറേ കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയിട്ടുള്ള വീഡിയോ ക്ലാസ് സീരീസിലെ മറ്റ് ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ ബേസിക് കാര്യങ്ങൾ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ 4 റൂളുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞത് വെർബിന്റെ V1 ഫോം ആണെങ്കിൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ വെർബിന്റെ V1 ഫോം മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ R+V3 എന്നതാണ് നമ്മൾ അവിടെ പറഞ്ഞ ആ ഒരു ഘടന എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആക്റ്റീവ് വോയിസിൽ ഏത് ടെൻസ് ആണ് ഉള്ളത് അതിൽ തന്നെ വരണം പാസീവ് വോയിസിൽ, അതായത് ടെൻസ് മാറത്തില്ല. അതുപോലെ തന്നെ വെർബ് എപ്പോഴും എന്തായിരിക്കും, V3 ഫോം ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഓപ്ഷനിലൂടെ പോയിട്ട് പല ചോദ്യങ്ങളും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഈ V1 പകരമായിട്ട് V2 ആണ് നമ്മൾ ആക്റ്റീവ് വോയിസിലുള്ളതെങ്കിൽ അവിടെ നമ്മൾ പഠിച്ചിരുന്നു വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 എന്നതാണ് നമ്മുടെ പാസീവ് വോയിസിന്റെ ഘടന എന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ടത് ആക്റ്റീവ് വോയിസിൽ ഈസ് ആം ആറ് പ്ലസ് വെർബിന്റെ ING ഫോം ആണെങ്കിൽ ഈസ് ആം ആറ് പ്ലസ് വെർബിന്റെ ING ഫോം ആണെങ്കിൽ അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് മാറുന്നു, ഈസ് ആം ആറ് പ്ലസ് ബീയിങ് എന്ന് വരും. ബീയിങ് പ്ലസ് വെർബിന്റെ V3 ഫോം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് ഇതാണ്. നാലാമതായിട്ട് നമ്മൾ പഠിച്ചത് ഇതിന്റെ നേരെ പാസ്റ്റ് വരും, അതായത് വാസ് വേർ പ്ലസ് വെർബിന്റെ ING ഫോം ആണെങ്കിൽ അവിടെ നമ്മൾ പഠിച്ചിരുന്നു വാസ് വേർ പ്ലസ് എന്താണ് ബീയിങ് വരും. ബീയിങ് പ്ലസ് V3 ഇതാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ടൈപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെടുക ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് തുടർന്നുള്ള ഒരു ടൈപ്പാണ്, അതായത് 5ാമത്തെ ടൈപ്പാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ആക്റ്റീവ് വോയിസിൽ നമുക്ക് ഹാസ് പ്ലസ് V3, ആക്റ്റീവ് വോയിസിൽ ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 എന്നാണ് തരുന്നതെങ്കിൽ, ആക്റ്റീവ് വോയിസിൽ ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 എന്നാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ടെൻസിന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ടെൻസ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം ടെൻസ് അറിഞ്ഞില്ലെങ്കിൽ പോലും ആക്റ്റീവ് വോയിസ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ ടെൻസിന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ് നൽകുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുക. പക്ഷെ ഇവിടെ നമ്മൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി, ഹാസ് പ്ലസ് V3 എന്ന് നമ്മുടെ ചോദ്യത്തിൽ കാണുന്നു, അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 എന്ന് നമ്മുടെ ചോദ്യത്തിൽ കാണുന്നു. ആ ഒരു കേസിൽ നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഘടന എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 എന്നതാണ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 എന്നതാണ് നമ്മുടെ പാസീവ് വോയിസിലെ ആ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദേ ഹാവ് ബിൽഡ് എ ബ്രിഡ്ജ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ദേ ഹാവ് ബിൽഡ് എ ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. ദേ ഹാവ് ബിൽഡ് എ ബ്രിഡ്ജ്. ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് പാസീവ് വോയിസ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എ ബ്രിഡ്ജ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഴുതേണ്ടത് എ ബ്രിഡ്ജ് എന്നാണ് എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ ഹാവ് ബിൽട്ട് എന്നല്ലേ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ നമ്മുടെ ഘടന എന്താണ്, ഹാവ് ബിൽട്ട് എന്നാണ്, ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ നമ്മൾ അറിയാതെങ്കിലും പോയിട്ട് എന്ത് ചെയ്യും, ഹാവ് ബീൻ ബിൽട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് പോയിട്ട് പിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ എ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. എ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, സിംഗുലാർ ആണ്. അതുകൊണ്ട് നമ്മൾ ഹാവ് എടുക്കരുത്, മറിച്ച് എന്തെടുക്കണം, ഹാസ് എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കും, ബീൻ കൊടുക്കും. അതിനുശേഷം ബിൽഡ് എന്നതിൻ്റെ V3 ആണ് ബിൽഡ് എന്ന് പറയുന്നത്. ബൈ ദേ എന്തായിട്ട് മാറും, ദം ആയിട്ട് മാറും. അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ
ദം എന്നാണ് വരിക. എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം എന്നാണ് ഇവിടെ നമ്മുടെ പാസീവ് വോയിസിൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് വോയിസ് ദേ ഹാവ് ബിൽറ്റ് എ ബ്രിഡ്ജ് എന്നാണ്. അതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, ഈ എ ബ്രിഡ്ജ് എന്ന് വരുന്നത് കൊണ്ട് തന്നെ ഹാവ് അല്ല വേണ്ടത്, ഹാസ് ആണ് വേണ്ടത്. എ ബ്രിഡ്ജ് എന്താണ്, സിംഗുലാർ ആണ്. ഈ ഒരു കാര്യം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം ഒരു ഓപ്ഷൻ എന്തായിരിക്കും, ഹാവ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പരീക്ഷയുടെ ആ ഒരു ടെൻഷനിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഹാവ് വെച്ചിട്ടുള്ള ഓപ്ഷൻ പോയിട്ട് ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ചോദ്യമാണ് ഇത്. ഇനി നമ്മുടെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം ഇതാണ്, വി ഹാവ് ഡൺ ഇറ്റ്. നമ്മുടെ ചോദ്യം വി ഹാവ് ഡൺ ഇറ്റ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇത് ആക്റ്റീവ് വോയിസിലാണ്, വി ഹാവ് ഡൺ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഹാവ് ഡൺ ആണ്, ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഘടന അറിയാം, ഹാവ് പ്ലസ് V3 ആണെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3, അല്ലെങ്കിൽ എന്തും വരാം, ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3 എന്നും വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇറ്റ് ആണല്ലോ ഇവിടെ ഒബ്ജക്റ്റ്, അതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. എങ്ങോട്ട്, സബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇറ്റ് തന്നെയാണ് വരിക, ഇറ്റ്. അതിനുശേഷം നോക്കൂ, ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്, സിംഗുലാർ ആണ്. അപ്പോൾ നമ്മൾ ഹാവ് യൂസ് ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല. മറിച്ച് നമ്മൾ ഹാസ് യൂസ് ചെയ്യണം. അതിനുശേഷം ബീൻ കൊടുക്കുന്നു, അതിനുശേഷം ഡൺ കൊടുക്കുന്നു. ബൈ, വി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, അസ് ആയിട്ട് മാറും, അതായത് ബൈ എസ് ആയിട്ട് മാറും. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ ഡൺ ബൈ അസ് എന്നാണ് ഇതിന്റെ പാസീവ് വോയിസിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ വി ഹാവ് ഡൺ ഇറ്റ് എന്നതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ ഡൺ ബൈ അസ് എന്നാണ് നമ്മുടെ പാസീവ് ഫോം വരേണ്ടത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് റിട്ടൺ പോയംസ് എന്നാണ് നമ്മുടെ എക്സാമ്പിൾ. ഷീ ഹാസ് റിട്ടൺ പോയംസ്. ഷീ ഹാസ് റിട്ടൺ പോയംസ് എന്നാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. ഇത് ആക്റ്റീവ് വോയിസിലാണ്. കാരണം അവർക്ക് എന്താണ്, പോയം എഴുതാനുള്ള സ്വയം കഴിവുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താണ് ഇവിടെ ഈ സെന്റൻസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, പോയംസ് എന്ന് എഴുതുന്നു, പോയംസ് എന്ന് എഴുതുന്നു. ഇത് നോക്കുക, ഹാസ് പ്ലസ് V3 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3, അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. അപ്പോൾ ഇവിടെ ഏതാണ് വരേണ്ടത്, പോയംസ് ആണ്. പോയംസ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ, അപ്പോൾ നമുക്കിവിടെ ഹാവ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ബീൻ എഴുതുന്നു, അതിനുശേഷം റിട്ടൺ എഴുതുന്നു, അതിനുശേഷം റിട്ടൺ എഴുതുന്നു. ബൈ, ഷീ എന്നായിട്ട് മാറും, ഹെയർ ആയിട്ട് മാറും. അപ്പോൾ ഈ ചേഞ്ചുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഓപ്ഷനിലൂടെ പോയിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട്. അപ്പോൾ ബൈ, ഷീ എന്ന് പറയുന്ന പല ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാവ് ബീൻ എന്നതിന് പകരമായിട്ട് ഹാസ് ബീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. ഇത് കൂടാതെ ചിലപ്പോൾ ഹാഡ് വെച്ചിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പറയുന്ന പാസീവ് വോയിസിൽ ടെൻസ് മാറത്തില്ല. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡിലീഷൻ മെത്തേഡിലൂടെ തന്നെ വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പരിചയപ്പെട്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഇതുവരെ പഠിച്ച ആ ഒരു റൂളിന്റെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മളിവിടെ 4 റൂളുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പഠിച്ചു. ഇപ്പോൾ ഇവിടെ 5ാമത്തെ റൂൾ പഠിച്ചു. ഇനി ഒരു റൂളും കൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ അടുത്ത റൂൾ എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ, ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ സിമ്പിളാണ്, എന്താണ്, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 എന്ന് എഴുതിയാൽ മതി, അതിന്റെ ഘടന. അപ്പൊ നമ്മളിപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ആണെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3, അല്ലെങ്കിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3 എന്ന് എഴുതിയതുപോലെ ഇവിടെ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ എന്താക്കിയാൽ മതി, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 ആണ്. അല്ലെങ്കിൽ ടെൻസിന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത്, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 എന്നതാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമ്പിളിലൂടെ പോകുമ്പോഴേ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ എക്സാമ്പിൾ ഇതാണ്, ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക് എന്നാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 എന്ന് പറയുന്ന ആ ഒരു ഘടനയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മൈ വർക്ക് എഴുതുന്നു, ഒബ്ജക്റ്റിനെ പിടിച്ച് ആദ്യം കൊണ്ടുവരുന്നു, മൈ വർക്ക് എഴുതുന്നു. മൈ വർക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ബൈ. ഐ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും,
മീ ആയിട്ട് മാറും. ഐൻ്റെ ഒബ്ജക്റ്റീവ് ഫോം എന്താണ്? മീ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, മൈ വർക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ബൈ മീ. അപ്പോൾ ഇവിടെ സിംഗുലാർ പ്ലൂറൽ നോക്കണ്ട, ഹാഡ് തന്നെയാണ് വരിക രണ്ട് കേസിലും. അപ്പോൾ ഇവിടെ നോക്കുക, ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക് ആക്റ്റീവ് വോയിസ്. അതിൻ്റെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ മൈ വർക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ബൈ മീ എന്നാണ് അതിൻ്റെ പാസീവ് വോയിസിലുള്ള രൂപം വരുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിളിലൂടെ വരാം. ഷീ ഹാഡ് റിജക്റ്റഡ് മൈ പ്രപ്പോസൽ. നമ്മുടെ ചോദ്യം ഇതാണ്, ഷീ ഹാഡ് റിജക്റ്റഡ് മൈ പ്രപ്പോസൽ. ഇതാണ് നമ്മുടെ ആക്റ്റീവ് വോയിസിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ആദ്യം എന്താ എടുക്കേണ്ടത്? മൈ പ്രപ്പോസൽ ഹാഡ് പ്ലസ് V3. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഹാഡ് ബീൻ റിജക്റ്റഡ് ബൈ എന്ത് വരും? ഷീ എന്തായിട്ട് മാറും? ഹെർ ആയിട്ട് മാറും. ഇതാണ് എന്ത്? ഇതിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ ഹാഡ് റിജക്റ്റഡ് മൈ പ്രപ്പോസൽ ഹാഡ് ബീൻ റിജക്റ്റഡ് ബൈ ഹെർ എന്നാണ് അതിൻ്റെ പാസീവ് വോയിസ് വരിക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ഒരു ഇതിലേക്ക് വരാം. നമ്മുടെ ചോദ്യം ആദ്യമായിട്ട് നിങ്ങൾക്ക് തരാം. ചോദ്യം ഇതാണ്, സംബഡി ഹാസ് ലോക്ക്ഡ് ദ റൂം. നമ്മുടെ ചോദ്യം ഇതാണ്, സംബഡി ഹാസ് ലോക്ക്ഡ് ദ റൂം എന്നാണ് നമ്മുടെ ചോദ്യം. സംബഡി ഹാസ് ലോക്ക്ഡ് ദ റൂം. അപ്പോൾ ഇവിടെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതാണ്. ദ റൂം എഴുതുന്നു, ഇതാ റൂം എന്ന് എഴുതുന്നു. ഹാസ് പ്ലസ് V3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഹാസ് ബീൻ ലോക്ക്ഡ് എന്ന് എഴുതുന്നു. ബൈ സംബഡി എന്ന് നമുക്കിവിടെ എഴുതാനായിട്ട് തോന്നും. പക്ഷെ ഇവിടെ സംബഡി എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് ആരാണ് എന്ന് പറയുന്നില്ല, ബൈ സംബഡി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ ഈ ബൈ ഏജന്റിന്റെ ആവശ്യമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. എങ്ങനെ എഴുതിയാൽ മതി? ദ റൂം ഹാസ് ബീൻ ലോക്ക്ഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ദ റൂം ഹാസ് ബീൻ ലോക്ക്ഡ് എന്ന് എഴുതിയാൽ മതി. ഇതാണ് ഇതിന്റെ പാസീവ് ഫോം എന്ന് പറയുന്നത്. അതായത് സംബഡി ഹാസ് ലോക്ക്ഡ് ദ റൂം. ഇവിടെ എന്താണ്? സംബഡി എന്ന് കൊടുക്കുമ്പോൾ അത് ആരാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, ആരാണെന്ന് കൃത്യമായിട്ട് ആ റൂം ലോക്ക്ഡ് ചെയ്തെന്ന് പറയുന്നില്ല. ആ ഒരു കേസിൽ ദ റൂം ഹാസ് ബീൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ മതി. ബൈ സംബഡി എന്ന് കൊടുക്കണ്ട എന്ന കാര്യം ഓർത്തിരിക്കുക. ദ റൂം ഹാസ് ബീൻ ലോക്ക്ഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ഒരു കാര്യം ഇവിടെ ഒന്ന് ഓർത്തിരിക്കണം. മറ്റൊരു എക്സാമ്പിൾ തരാം. എക്സാമ്പിൾ ഇതാണ്, സംവൺ ഈസ് കോളിംഗ് മീ. നമ്മുടെ എക്സാമ്പിൾ ഇതാണ്, സംവൺ ഈസ് കോളിംഗ് മീ എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ആ ഒരു ഘടനയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏത് ഘടനയാണെന്ന്. നോക്കുക, ഈസ് പ്ലസ് വെർബിൻ്റെ ING ഫോമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുന്നത്? അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മീനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഐ ആയിട്ട് മാറുന്നു. ഐ വരുമ്പോൾ ഈസ് ആണോ ആം ആണോ ആറാണോ വരേണ്ടത്? ആം ആണ് വരേണ്ടത്. അതിനുശേഷം ബീയിങ് എന്ന് കൊടുക്കണം. നമ്മൾ പറഞ്ഞിരുന്നു ഈസ് പ്ലസ് വെർബിൻ്റെ ING ഫോം ആണെങ്കിൽ ഈസ് ബീയിങ് V3, അതല്ലേ അതിൻ്റെ ഒരു ഘടന. അപ്പോൾ ഇവിടെ ഐ ആം ബീയിങ് എന്ന് വരുന്നു. ഐ ആം ബീയിങ് കോൾഡ് എന്ന് വരും. കോൾ എന്നതിൻ്റെ V3 എന്നാണ്? കോൾഡ് എന്നാണ് വരിക. ഇനി അതിനുശേഷം ബൈ സമ്മൺ എന്ന് കൊടുക്കണ്ട, കാരണം അവിടെ കൃത്യമായിട്ട് പറയുന്നില്ല, ആരാണെന്ന് കൃത്യമായിട്ട് പറയാത്തതുകൊണ്ട് ഇത്രയും മതി. ഐ ആം ബീയിങ് കോൾഡ് എന്നതാണ് ഇതിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. പാസീവ് ഫോം എന്ന് പറയുന്നതാണ് ഐ ആം ബീയിങ് കോൾഡ്. ഇവിടെ എന്ത് വേണ്ട? ബൈ സമ്മൺ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കുക, സമ്മൺ ഈസ് കോളിംഗ് മീ എന്നതിൻ്റെ പാസീവ് ഫോം എന്നാണ് ഐ ആം ബീയിങ് കോൾഡ് എന്നതാണ് ഇതിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ തരാം. നമ്മൾ പലപ്പോഴും പരീക്ഷകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, നോബഡി ഹാസ് ലോക്ക്ഡ് ദ റൂം. ഇതാണ് നമ്മുടെ എക്സാമ്പിളായിട്ട് വരുന്നത്. നോബഡി ഹാസ് ലോക്ക്ഡ് ദ റൂം. നമുക്ക് ഒന്ന് പാസീവ് ഫോം എഴുതി പോകാം. ഹാസ് ലോക്ക്ഡ് എന്നിവിടെ തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാസീവ് ഫോമിലേക്ക് വരുമ്പോൾ ഇത് റൂമെന്ന് ഞാനിവിടെ എഴുതി. കാരണം ഒബ്ജക്റ്റിനെ പിടിച്ച് ആദ്യം എഴുതുന്നു. അതിനുശേഷം നമ്മുടെ ഹാസ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ റൂം സിംഗുലർ ആണ്, അപ്പോൾ ഹാസ് എന്ന് വരും. അതിനുശേഷം ഇവിടെ എന്താണ്? ബീൻ എന്ന് എഴുതുന്നു. അതിനുശേഷം ലോക്ക്ഡ് എന്ന് എഴുതുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ പഠിച്ച രീതി എല്ലാം ശരിയാണ്. ഇവിടെ എന്ത് വേണ്ട? ബൈ ഏജന്റ് കൊടുക്കണം. നോബഡി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ എന്ത് ആവശ്യമില്ല? ബൈ ഏജന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, ഞാൻ പരീക്ഷ ഹാളിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ട് നമ്മുടെ ചോദ്യത്തിലുണ്ടായിരിക്കും. ഞാനിത് ഉറപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോരുന്നു. വീട്ടിലെത്തി നമ്മൾ പ്രൊഫഷണൽ കീ വരുന്നു അല്ലെങ്കിൽ ഫൈനൽ കീ വരുന്നു, ചോദ്യം നോക്കുന്നു, ഉത്തരം തെറ്റുന്നു. എന്താണ് അർത്ഥം? മാറിപ്പോയി. നോക്കുക, നോബഡി ഹാസ് ലോക്ക്ഡ് ദ റൂം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോബഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ദ റൂം ഹാസ് ബീൻ ലോക്ക്ഡ്. നേരെ വിപരീതമായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് അർത്ഥം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ എഴുതണം? ദ റൂം എന്ന് എഴുതിയത് ശരിയാണ്, അതിനുശേഷം ഹാസ് ഇരുന്നു, അതിനുശേഷം നോട്ട് കൊടുക്കണം. ഹാസ് നോട്ട് ബീൻ ലോക്ക്ഡ് എന്നാണ് നമ്മുടെ ശരിയായിട്ടുള്ള പാസീവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ നോബഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ തന്നെ നമുക്ക് എന്ത് കിട്ടണം? പാസീവ് വോയിസിൽ നമ്മൾ എഴുതുമ്പോഴും വരണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. നോബഡി ഹാസ് ലോക്ക്ഡ് ദ റൂം എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം, ആക്റ്റീവ് വോയിസ് ഉള്ളത്. അതിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റിയപ്പോൾ ദ റൂം ഹാസ് നോട്ട് ബീൻ ലോക്ക്ഡ്. ഹാസ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൊടുത്തിട്ട് പിന്നെ ബീൻ കൊടുക്കുന്നു, അതിനുശേഷം ലോക്ക്ഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യില്ല, അർത്ഥം മാറത്തില്ല. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു എക്സാമ്പിൾ കൂടെ തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആയിരിക്കും നമ്മുടെ പരീക്ഷകളിലൊക്കെ PSC തരാറുള്ളത്. കാരണം എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് എങ്ങനെയെല്ലാമാണ് ഉദ്യോഗാർത്ഥികളെ ചോദ്യങ്ങൾ തെറ്റിപ്പിക്കുക, ആ ഒരു രീതിയായിരിക്കും PSC നോക്കുക. കാരണം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാവരും ചെയ്യും. മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. നോ വൺ ഈസ് കോളിംഗ് മീ എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. നോ വൺ ഈസ് കോളിംഗ് മീ. നോ വൺ ഈസ് കോളിംഗ് മീ എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എന്താണ് എഴുതുന്ന രീതി ഒന്ന് ആദ്യം നമ്മൾ എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ ഐ എഴുതുന്നു, അതിനുശേഷം ഈസ് കോളിംഗ് ആണ്, ഈസ് പ്ലസ് വെർബിൻ്റെ ING ഫോമാണ്. അപ്പോൾ നമ്മളിവിടെ ആം എഴുതുന്നു, ഐ വന്നുകൊണ്ട് ആം ആണ് വരിക. അതിനുശേഷം ഞാൻ ബീയിങ് എഴുതുന്നു, അതിനുശേഷം ഞാൻ കോൾഡ് എന്ന് എഴുതുന്നു. പിന്നെ ഇവിടെ നോ വൺ ആയതുകൊണ്ട് കൃത്യമായിട്ട് ആരാന്ന് പറയാത്തതുകൊണ്ട് ബൈ ഏജന്റ് അവിടെ ആവശ്യമില്ല, ഐ ആം ബീയിങ് കോൾഡ് എന്നാണ്. പക്ഷേ എന്തായിപ്പോയി, നോ വൺ എന്ന് പറയുന്നതിലൂടെ തന്നെ ഇവിടെ എന്താണ് ഐ ആം ബീയിങ് കോൾഡ് എന്നതും കൂടെ വായിച്ചു നോക്കുമ്പോൾ രണ്ടും അർത്ഥം വ്യത്യാസമായി പോയി ഇല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അർത്ഥം കൃത്യമായിട്ട് വരണം. അതിനുവേണ്ടി ഇവിടെ എന്ത് ചെയ്യണം, ഐ ആം നോട്ട് എന്ന് കൊടുക്കണം. ഐ ആം നോട്ട് ബീയിങ് കോൾഡ് എന്നാണ് വരിക. ഐ ആം നോട്ട് ബീയിങ് കോൾഡ് എന്നാണ് വരേണ്ടത്. ഐ ആം നോട്ട് ബീയിങ് കോൾഡ് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നോ വൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ ഉത്തരത്തിലും എന്ത് ചെയ്യണം, ആ നെഗറ്റീവ് കൊണ്ടുവരണം. അതിനുവേണ്ടി ഐ ആം നോട്ട് ബീയിങ് കോൾഡ് എന്നതാണ് കറക്റ്റായിട്ടുള്ള പാസീവ് വോയിസ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവസാനം ഞാനിവിടെ പറഞ്ഞ ഈ കാര്യം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. ഇല്ലെങ്കിൽ പരീക്ഷകളിൽ ചെല്ലുമ്പോൾ എന്താണ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഇതുവരെ പഠിച്ച റൂളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെ ആ ഒരു നെഗറ്റീവ് വേർഡ്സ് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് അതിനെ പാസീവ് വേർഡ്സിലേക്ക് മാറ്റേണ്ടത് എന്നാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. തുടർന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ചീച്ച പഠിച്ചാൽ മതി. പക്ഷെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച വരെയുള്ള കാര്യവും ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യവും ഒന്ന് നല്ല രീതിയിൽ നോട്ടൊക്കെ ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഗുണപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ ജസ്റ്റ് ഇത് വിട്ട് കളഞ്ഞേക്കുക. ഇത് കാണുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ലല്ലോ. പക്ഷെ ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷിൽ വലിയ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക എന്നതല്ല, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗത്ത് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അല്ലാതെ ഇംഗ്ലീഷിൽ വലിയ അറിവോ ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ. നിങ്ങളെപ്പോൾ തന്നെ ഒരാളെ തന്നെയാണ്. പക്ഷെ ഒരു PSC പരീക്ഷയ്ക്ക് നമ്മൾ പഠിപ്പിച്ച, നമ്മുടെ അധ്യാപകർ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ജസ്റ്റ് നിങ്ങൾ മുന്നിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അവിടെ നമുക്ക് കിട്ടിയ അറിവുകളിൽ നിന്ന് നമുക്ക് മാർക്കുകൾ വന്നപ്പോൾ ആ രീതി നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. ഓക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തന്നെ മറ്റ് സാറുമാരുടെയൊക്കെ നല്ല നല്ല ക്ലാസ്സുകളുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.